നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കൂലി ആൻഡ് വാർ 2 ഇന്ത്യൻ സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ക്ലാഷ് സംഭവിക്കാൻ പോവുകയാണ്. വാർ 2-ൽ ഋത്തിക് റോഷനും ജൂനിയർ NTRും ഒന്നിക്കുമ്പോൾ കൂലിയിൽ വരാൻ പോകുന്നത് ഒരു വലിയ സ്റ്റാർ കാസ്റ്റാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നയിക്കുന്ന നാഗാർജുന, ഉപേന്ദ്ര, സൗബിൻ ഷാറൂഖ്, മലയാളത്തിൽ ഏറ്റവും ഒടുവിൽ ആമിർ ഖാനും എത്തുകയാണ് ചിത്രത്തിൽ ഒരു ക്യാമിയോ വേഷത്തിൽ. സ്വാഭാവികമായും ഇന്ത്യൻ സിനിമാ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ക്ലാഷായിട്ട് ഓഗസ്റ്റ് 14 ഈ രണ്ട് ചിത്രങ്ങൾ മാറുകയാണ്. ഇതെന്തുകൊണ്ട് സംസാരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ, ആമിർ ഖാൻ്റെ പോസ്റ്റർ റിലീസായി കഴിഞ്ഞ ദിവസം വരുന്നതിന് മുൻപ് വരെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ രണ്ട് സിനിമകളും ഒരേ ദിവസം റിലീസിനാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഏത് സിനിമയ്ക്ക് പോകാൻ പോകുന്നു എന്നുള്ള പോളുകളിൽ ഏറ്റവും ഉയർന്നു നിന്നിരുന്നത് വാർ 2 ആണ്. കാരണം വാർ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസ്, ആ സിനിമ, അത് യഷ് രാജ് ഫിലിംസിൻ്റെ ആ സിനിമ വലിയ രീതിയിൽ തരംഗമുണ്ടാക്കിയതാണ്. ഋത്തിക് റോഷനും ടൈഗർ ഷ്രോഫും കൂടെ ചേർന്ന ആ സിനിമ വലിയ കളക്ഷൻ വരെ നേടിയ സിനിമയാണ്, ഗംഭീര സിനിമയും കൂടിയാണ് കേട്ടോ. ആ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ ജൂനിയർ NTR വരുമ്പോൾ രണ്ട് മാർക്കറ്റും, അതായത് സൗത്ത് ആൻഡ് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ്സ് രണ്ടും സീൽ ചെയ്യാൻ യഷ് രാജ് ഫിലിംസിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് യഷ് രാജ് ഫിലിംസ് ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവർക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ തിയേറ്റർ ശൃംഖലയുമായിട്ടും, PVR, ഐനോക്സ് എല്ലാവരുമായിട്ടും എന്താ പറയുക, അത്രയും വലിയൊരു ഹോൾഡ് ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. സ്വാഭാവികമായും അവർ റിലീസിന് എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ തിയേറ്റേഴ്സ് ലോക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. അവിടെയാണ് ലോകേഷും സൺ പിക്ചേഴ്സും ചേർന്നുകൊണ്ട് ആമിറിനെ ക്യാമിയോ റോളിൽ കൊണ്ടുവന്ന് നോർത്ത് മാർക്കറ്റ് പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ആമിർ ഈ സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് 10 മുതൽ 20 മിനിറ്റ് വരെയുള്ള റോളാണ് ആമിർ ഖാനുള്ളത്. ഒരു ക്യാമിയോ അപ്പിയറൻസ് ആണ്, സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസ് ആണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ രജനീകാന്തിൻ്റെ സ്റ്റാർഡം ഹിന്ദിയിൽ കൊണ്ടുപോയി ഋത്തിക് റോഷനെയും ജൂനിയർ NTRനെയും വെച്ച് ഫേസ് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. രജനിക്ക് ഹിന്ദിയിൽ നല്ല ഫാൻ ബേസ് ഉണ്ട്, പക്ഷേ അത് ഋത്തിക് റോഷനോളം ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. മാത്രമല്ല, ജൂനിയർ NTRന് RRR എന്ന ചിത്രത്തിന് ശേഷം ഹിന്ദി മാർക്കറ്റിൽ ഒരു പ്രത്യേക സ്ഥാനവുമുണ്ട്. ഞാൻ പറയുന്നത് ഏറ്റവും ഒടുവിൽ വരുന്ന ആ ഒരു വേവിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അവിടെ ജൂനിയർ NTRനെയും ഋത്തിക് റോഷനെയും കൂടെ പ്ലേസ് ചെയ്യുമ്പോഴേക്കും നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ്സ്, പിന്നീട് ആന്ധ്ര, തെലങ്കാന, ഈ രണ്ട് സ്ഥലങ്ങളിലും ജൂനിയർ NTRും ഋത്തിക് റോഷനും ഉള്ളത് കൊണ്ട് തന്നെ വാർ 2ലേക്ക് വലിയ രീതിയിലുള്ള ആളുകൾ കൂടുന്നുണ്ട്. പക്ഷെ കൂലി കേരള, തമിഴ്നാടു, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ എടുത്ത് കർണാടകയും നമുക്ക് വയ്ക്കാം. ഈ 3 സംസ്ഥാനങ്ങളിൽ കൂലി തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹം കൂലി തന്നെയാണ്. പക്ഷെ ആമിറിൻ്റെ പോസ്റ്റർ റിലീസിന് ശേഷം, അതായത് ഇന്നലെ വൈകുന്നേരം മുതൽ ട്രെൻഡ് വലിയൊരു ഡ്രിഫ്റ്റാണ് മാറിയിരിക്കുന്നത്. ആമിർ ഖാന് ഇപ്പോൾ സിത്താരെ സമീൻ പർ എന്ന ചിത്രം റിലീസായതിനു ശേഷം അവിടെ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് വലിയ റെസ്പോൺസ് കിട്ടി. തിയേറ്ററിൽ ഇപ്പോഴും അത് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആമിർ ഖാൻ ഒരു ഘട്ടത്തിൽ താൻ സിനിമ അഭിനയം വരെ നിർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് സിത്താരെ സമീൻ പറുമായിട്ട് സിനിമയിൽ എത്തുന്നത്. അത് ഗംഭീരമായ അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുകയും കൂടെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഹിന്ദി ബെൽറ്റ് ഒന്ന് പുഷ് ചെയ്യുകയാണ് ആമിർ ഖാൻ. അവിടെയാണ് താരതമ്യേന ഹിന്ദിയിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാകാത്ത ലോകേഷ് കനകരാജ് എന്ന സംവിധായകനും സൺ പിക്ചേഴ്സും കൂടി ആമിറിനെ കൊണ്ടുവന്നിട്ട് ഹിന്ദി മാർക്കറ്റ് പിടിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥ വാർ എന്ന് പറയുന്നത്, യഥാർത്ഥ യുദ്ധം നടക്കാൻ പോകുന്നത് ഇവിടെയാണ്. കാരണം ഈ ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന രണ്ട് സിനിമകളാണിത്. ഈ രണ്ട് സിനിമകളും റിലീസ് ചെയ്യുന്നത് ഒരു ദിവസമാണ് എന്നുള്ളത് വാസ്തവം. ആമിർ ഖാൻ പല ഹിന്ദി സിനിമകളിലും ക്യാമിയോ വേഷങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ആമിർ ഒരു ക്യാമിയോ വേഷത്തിലെത്തുന്നത്. അത് ചെറുതൊന്നുമല്ല, ഹിന്ദിക്കാർക്കൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്റർ ആമിറിനെ ഇതുവരെ കാണാത്ത ഒരു വ്യത്യസ്ത മാസ് ലുക്കിലാണ്. ഒരു സിഗാർ സ്മോക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു പക്ക മാസ് ലുക്ക്. ആമിർ അങ്ങനെ മാസ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളല്ല. നമ്മൾ ധൂം ഫ്രാഞ്ചൈസൊക്കെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ദങ്കലിന് ഇടയ്ക്കിടയ്ക്കുള്ള മാസ് മൊമെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആമിറിൻ്റെ ഒരു മാസ് പരിവേഷമുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ വന്നിട്ടില്ല. അത് ആമിറിനെ ലോകേഷ് പ്ലേസ് ചെയ്യുന്ന രീതിയും ലോകേഷ് എങ്ങനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നാഗാർജുന കുബേര എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ നാഗാർജുന പറഞ്ഞത്, എന്നെ ലോകേഷ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി കണ്ട് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി എന്നുള്ളതാണ്. കാരണം അതൊരു ത്രൂ ഔട്ട് വിസിൽ പടമാണ്. എന്നെ ലോകേഷ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി കണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയെന്ന് നാഗാർജുന തന്നെ പറയുമ്പോൾ, ആമിറിനെ പോലൊരു സ്റ്റാർ മെറ്റീരിയലിനെ ലോകേഷിന് കൈ കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അത് ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. സ്വാഭാവികം. നമ്മൾ ലോകേഷിൻ്റെ പല സിനിമകളും ഇതിന് മുന്നേ തന്നെ എടുത്തു നോക്കിയാൽ പോലും ലോകേഷിന് കൈ കിട്ടുന്ന സ്റ്റാറിന് ലോകേഷ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി വളരെ ഗംഭീരമാണ്. ടേക്ക് ദി എക്സാമ്പിൾ ഫോർ വിക്രമിൻ്റെ ഇൻ്റർവെൽ പോർഷൻ ആയാലും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിയോയിലേക്ക് വരുമ്പോഴേക്കും സഞ്ജയ് ദത്തിന് പ്രസൻറ്റ് ചെയ്ത രീതിയായാലും, അങ്ങനെ ഓരോ ഘട്ടത്തിൽ എടുത്ത് നോക്കുമ്പോൾ പോലും ഒരു സ്റ്റാർ മെറ്റീരിയലിനെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ലോകേഷിന് നന്നായിട്ട് അറിയാം. അത് തന്നെയാണ് കൂലിയിലും വരാൻ പോകുന്നത്. കാരണം കൂലിയിൽ
സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ എല്ലാവരും ഉണ്ട്. മലയാളത്തിൽ നിന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ സൗബിനെ മലയാളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. തമിഴിൽ ഓബ്വിയസ്ലി രജനീകാന്ത് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. നമ്മൾ നാഗാർജുനെ എടുക്കുന്നു, ഉപേന്ദ്രയെ കന്നഡയിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബെൽറ്റ് പിടിക്കുന്നു, നോർത്ത് ഇന്ത്യൻ ബെൽറ്റ് പിടിക്കാൻ വേണ്ടി ആമിറിനെ കൊണ്ടുവരുന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം അവിടെ നിന്ന് ഇവിടുന്നുമായിട്ടൊക്കെ സൺ പിക്ചേഴ്സ് കൊണ്ടുവന്നൊരു സിനിമ ഇറക്കുന്നു. പക്ഷേ ദേ ആർ ഹൈലി കോൺഫിഡൻറ്റ് വാർ 2 തന്നെ ക്ലാഷ് വെക്കാനുള്ളതാണ് സൺ പിക്ചേഴ്സിൻ്റെ അവരുടെ ഒരു ധാരണ തന്നെയാണ്. അവരത് ഫിക്സ് ചെയ്തേക്കാണ്. അത് മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. 2 ഫ്രാഞ്ചൈസികളും. ഇനി 2 പ്രൊഡക്ഷൻ കമ്പനികളെ പറ്റി സംസാരിക്കാം. യാഷ് രാജ് ഫിലിംസ്, സൺ പിക്ചേഴ്സ്. യാഷ് രാജ് ഫിലിംസ് അത്രമേൽ പാരമ്പര്യമുള്ള ഹിന്ദി ബെൽറ്റ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇതിനോളം ശക്തിയുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനി വേറെയില്ല. തിയേറ്റേഴ്സിനെ ഒരു വാക്കിൽ വിളിച്ചു പറഞ്ഞാൽ തിയേറ്റർ സ്ലോട്ടുകൾ ബുക്ക് ചെയ്ത് പിടിക്കുന്ന യാഷ് രാജ് ഫിലിംസ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സൺ പിക്ചേഴ്സാണ്. സൺ പിക്ചേഴ്സ് സൗത്ത് ഇന്ത്യയിൽ സൺ പിക്ചേഴ്സിനോളം വലിയ കമ്പനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ടോപ്പ് ലീഡിംഗ് പ്രൊഡക്ഷൻ കമ്പനികളിൽ സൺ പിക്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബെൽറ്റ് പിടിക്കാൻ സൺ പിക്ചേഴ്സും ഉണ്ട്. ആൻഡ് ദ പോയിന്റ് ലൈസ് വേറസ് നോർത്ത് ഇന്ത്യയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫുട്ഫോൾസ് വരാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയേക്കാൾ അപേക്ഷിച്ച്. കാരണം ടേക്ക് ദി എക്സാമ്പിൾ, നമ്മൾ പല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഗ്രോസിംഗ് കളക്ഷൻ നേടിയ സിനിമകൾ എടുത്തു നോക്കാം. ദംഗൽ, RRR, ബാഹുബലി 2, ഈ സിനിമകളെല്ലാം എടുത്ത് നോക്കി, KGF, ഈ സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ പോലും സൗത്ത് ഇന്ത്യയിലേക്കാൾ കൂടുതൽ ഫുട്ഫോൾസ് തിയേറ്റേഴ്സുകളിൽ വന്നിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. ആൻഡ് അത് വാസ്തവമാണ്. പലപ്പോഴായി ഇതിൻ്റെ പ്രൊപ്പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായി മാറുമെങ്കിൽ പോലും നോർത്ത് ഇന്ത്യയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ തിയേറ്റേഴ്സിലേക്ക് പോയി ആളുകൾ കാണാനുള്ള ഒരു കൂടുതൽ ഇതുള്ളത്. കാരണം പ്രത്യേകിച്ച് മാസ് മസാല സിനിമകൾ വരുമ്പോഴേക്കും ഹിന്ദി ബെൽറ്റ് അങ്ങ് തിയേറ്ററിലേക്ക് ഒഴുകും. അവിടെയാണ് ഈ 2 സിനിമകളുടെയും ഒരു പ്രൊഡക്ഷൻ എക്സ്പാൻഷനേക്കാളുപരി തിയേറ്റേഴ്സുകൾ എങ്ങനെയാണ് അവർക്ക് കിട്ടാൻ പോകുന്നതെന്നൊരു ചോദ്യം വരാൻ പോകുന്നത്. ഈ ജൂനിയർ NTR ഋത്തിക് റോഷൻ ചിത്രമായ വാർ 2 എത്രമാത്രം തിയേറ്റേഴ്സ് അവർക്ക് കിട്ടുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം യാഷ് രാജ് ഫിലിംസ് സ്വാഭാവികമായിട്ട് അവരുടെ ആ ഒരു ബെൽറ്റിലുള്ള മിക്ക തിയേറ്റേഴ്സും അവർ ഹോൾഡ് ചെയ്യുമ്പോഴേക്കും സൺ പിക്ചേഴ്സിന് അതിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അവിടെ ആമിർ ഖാനെ കൊണ്ടുവരുമ്പോഴേക്കും നോർത്തിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും. ആമിർ ഖാൻ്റെ സിനിമകൾ അവിടെ ആമിർ ഖാൻ്റെ ആരാധകരല്ലാത്ത ന്യൂട്രൽ ഓഡിയൻസ് ഉൾപ്പെടെയുള്ളവർ ആമിറിനെ സപ്പോർട്ട് ചെയ്യാനും അതുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം റൂറൽ ഏരിയാസിൽ തിയേറ്ററുകൾ കൂടുതൽ കൂലി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരാൻ പോകുന്നത് ഈ സിനിമയുടെ ആദ്യ ദിനത്തിലാണ്. ഈ ആദ്യ ദിനത്തിൽ കൂലി എങ്ങനെ പെർഫോം ചെയ്യുന്നു, വാർ 2 എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വാർ 2 മുന്നിൽ നമുക്കൊരു ഗ്ലിംസ് ഉണ്ട്. എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ട്രെയിലർ ടീസർ മോഡിൽ നമുക്കൊരു വീഡിയോ നമ്മുടെ മുന്നിലുണ്ട്. കൂലിക്ക് നമുക്ക് ഒന്നുമില്ല. കൂലിക്ക് ആകെ നമുക്ക് കിട്ടിയത് ഒരു സോങ്ങും പിന്നെ ഇവരുടെയൊക്കെ ക്യാരക്ടർ പോസ്റ്റേഴ്സുമാണ്. കൃത്യമായി ഇതിനകത്ത് ഒരു പ്ലാനിങ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ആമിർ ഖാനെ ഒരു സർപ്രൈസ് ക്യാമിയോ ആക്കി വെക്കാതെ, സാധാരണ ലൊക്കേഷണൽ സിനിമകളിലൊക്കെ ഈ റിലീസിന് തലേ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിനെ ഉണ്ടെന്നറിയിക്കുക, അല്ലെങ്കിൽ സിനിമയുടെ ആദ്യ ഷോയിലായിരിക്കും. ഇപ്പോൾ ലിയോ എന്ന് പറയുന്ന സിനിമ ഒരു സ്റ്റാൻഡ് ലോൺ സിനിമയായിട്ട് വിചാരിച്ചു കൊണ്ട് പോയ ആളുകൾക്ക് മുന്നിൽ ഏറ്റവും ഒടുവിൽ ടൈലൻഡിൽ വിക്രമിൽ കമൽഹാസൻ്റെ വിക്രം എന്ന കഥാപാത്രത്തിൻ്റെ വോയിസ് ഓവർ നൽകുന്നുണ്ട്. സോ അതും ഒരു LCUവിൻ്റെ ഭാഗമായിട്ടുള്ളത് അവസാന നിമിഷമാണ് പ്രേക്ഷകർ അറിയുന്നത്. പക്ഷേ ഇവിടെ സൺ പിക്ചേഴ്സിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവർക്ക് ഉറപ്പായിട്ടും ടാക്റ്റിക്കലി വേറൊരു കളി കളിക്കേണ്ടി വരും. ഇപ്പോഴും കൂലി എന്ന ചിത്രം LCU ആണോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയില്ല. കൂലി ഇപ്പോഴും ഒരു സ്റ്റാൻഡ് ലോൺ ചിത്രമായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ എങ്ങാനും അതിനകത്തൊരു LCU എലമെൻ്റ് ഉണ്ടെങ്കിൽ ആദ്യ ദിവസത്തെ ആദ്യ പ്രദർശനത്തിന് വേണ്ടി സൺ പിക്ചേഴ്സ് വെയിറ്റ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യത്തിന് വലിയധികം ചോദ്യമുണ്ട്. കാരണം LCUവിൽ വരുന്ന ഒരു സിനിമയാണ് കൂലി എങ്കിൽ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ അത്രമേൽ ആരാധകരുള്ള LCU, സൗത്ത് ഇന്ത്യയിലും അധികം ആരാധകരുള്ള LCU ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൂട്ടും. സൺ പിക്ചേഴ്സിന് നോർത്തിൽ ആമിർ ഖാനെ കൊണ്ടുവന്നു എന്നതുകൊണ്ട് മാത്രം നോർത്ത് ബെൽറ്റ് വാർ 2 പിടിച്ചു വെച്ചേക്കുന്ന തിയേറ്റേഴ്സ് മുഴുവനായി ലഭിക്കണമെന്നുമില്ല. അതുകൊണ്ട് പ്രൊഡക്ഷൻ കമ്പനിയിൽ നോർത്തിൽ വളരെ വീക്കായിരിക്കുന്ന സൺ പിക്ചേഴ്സ് ഇവരുമായി കൊലാബ് ചെയ്തുകൊണ്ട് LCU നേരത്തെ കൊണ്ടുവരാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് നോക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആമിർ ഖാൻ തന്നെ സിതാര സമീൻ പർ പ്രൊമോഷൻ്റെ ഇടയിൽ താൻ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിട്ടൊന്നും തോന്നില്ല. കൃത്യമായ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തന്നെയാണ് തോന്നിപ്പോകുന്നത്. കാരണം അപ്പുറത്ത് ക്ലാഷ് നിൽക്കുന്ന ഒരു മെഗാ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. യാഷ് രാജ് ഫിലിംസിൻ്റെ പ്രൊഡക്ഷനാണ്. ഋത്തിക് റോഷനും ജൂനിയർ NTRും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ്. ഇപ്പോൾ ജൂനിയർ NTR ദേവാരയ്ക്ക് ശേഷം വരുന്നൊരു സിനിമയാണ്. ദേവാരയും നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ രീതിയിലൊരു ചലനം സൃഷ്ടിച്ച ഒരു സിനിമയും കൂടിയാണ്. അങ്ങനെ നോർത്ത് ഇന്ത്യയിലും ജൂനിയർ NTRിന് കൈയുണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങോട്ട് തെക്കോട്ട് കേരളത്തിലോട്ടും നമ്മുടെ തമിഴ്നാട്ടിലോട്ടൊക്കെ വരുമ്പോഴേക്കും ജൂനിയർ NTRിന് എന്തായാലും രജനിയുടെ അത്രയും രജനിയുടെ നിഴലിൽ പോലും നിൽക്കാനുള്ള ഫാൻ ബേസ് ഇല്ല. സോ
ഇവിടെ വലിയൊരു ക്ലാഷ് സംഭവിക്കുന്നതും ഇനിയാണ് യഥാർത്ഥ യുദ്ധം സംഭവിക്കാൻ പോകുന്നതെന്നും പറയാനുള്ള കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ഈ ലോകേഷ് കനകരാജ് ചിത്രമായ കൂലിക്ക് ഏകദേശം 300 കോടിയോളം വിതരണാവകാശം ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ അനൗദ്യോഗിക കണക്കാണ്. പക്ഷേ സീറ്റ് ബെൽറ്റ്സ് വെച്ച് ഫാസ്റ്റൻ ചെയ്തിരുന്നു. ഒരു മാസത്തിനുള്ളിൽ കാണാൻ പോകുന്നത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ക്ലാഷാണ്. നമ്മൾ പലപ്പോഴായി ലോക സിനിമയിൽ കഴിഞ്ഞ പോലെ നമ്മൾ ഓപ്പൺ ഹൈമറും ബാർബിയെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു അല്ലേ. അതുപോലെ ഇന്ത്യൻ സിനിമയിൽ കുറേ നാളുകൾക്ക് ശേഷം വരാൻ പോകുന്ന ഏറ്റവും വലിയ ക്ലാഷ് റിലീസാണ് ഓഗസ്റ്റ് 14 സംഭവിക്കാൻ പോകുന്നത്. ആ സിനിമയ്ക്ക് ഏത് ബെൽറ്റ്, അതായത് കാരണം ഇതൊരു വലിയ ക്ലാഷാണ്. നമ്മൾ എപ്പോഴും ബൗണ്ടറികൾ കടന്ന് എല്ലാ താരങ്ങളും ഒന്നിച്ചൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും വർഷങ്ങൾ കുറേ ആയിട്ടും ഈ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ സിനിമകൾ എന്ന് പറഞ്ഞൊരു വേർതിരിവ് ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഒരുമിച്ച് ഒരു സിനിമയും നോർത്ത് ഇന്ത്യ വേറൊരു ലോകവും എന്ന രീതിയിൽ ഇപ്പോഴും ഒരു സംസാരങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴായി ആർട്ടിസ്റ്റുകൾ അതിൻ്റെ അതിർവരമ്പുകൾ താണ്ടി പോകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും മാർക്കറ്റുകൾ അങ്ങനെ ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇനി വരുന്ന നാളുകളിൽ, അതായത് ഈ സിനിമയുടെ റിലീസിന് മുൻപ് തന്നെ ഈ 2 പ്രൊഡക്ഷൻ കമ്പനികളും എങ്ങനെയാണ് അവരുടെ മാർക്കറ്റ്സ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഭാഗത്ത് സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താരങ്ങളും ആമീർ ഖാനെയും വെച്ചുകൊണ്ട് ലോകേഷിൻ്റെ ഒരു വലിയ സംഭവം, മറുഭാഗത്ത് ഋത്തിക് റോഷനും ജൂനിയർ NTRും വെച്ചുകൊണ്ട് യാഷ് രാജ് ഫിലിംസ് എന്ന ഭീഗ്മൻ പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ട് ചേരുന്ന മറ്റൊരു സിനിമ. ആര് വാഴും ആര് വീഴും എന്നുള്ളത് നോക്കിക്കാണാം.